എന്താ എല്ലാരും കൂടി ഉമ്മർത്ത് വന്ന് നിൽക്കുന്നേ? ഞങ്ങള് വരുന്നത് കാത്തു വെക്കായിരുന്നു. അങ്ങനൊന്നില്ല ഏട്ടത്തി. ഏട്ടത്തി അവിടെ നിർത്തി അമ്മ പിണങ്ങി വന്നതല്ലേ. അവിടെ വേറെന്തെങ്കിലും പ്രശ്നം ഉണ്ടായെന്നോർത്ത് ചെറിയൊരു ടെൻഷൻ. ഏയ്, അവിടെ എന്ത് പ്രശ്നം ഉണ്ടാവാനാ? പിന്നെ ദയ അവളുടെ തീരുമാനത്തിൽ ഉറച്ചു നിന്നപ്പോ അമ്മ ഇങ്ങോട്ട് പോന്നേ ഉള്ളൂ. ഞാൻ അവളോട് ഒന്നുകൂടെ സംസാരിച്ചു നോക്കാന്ന് കരുതി അവിടെ നിന്നേ ഉള്ളൂ. അമ്മ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും ദയ ഇറങ്ങി. ഞാൻ അനുവിനെ വിളിക്കാൻ പോയത് നന്നായി. ദയയില്ലാതെ അനു വെറുതെ അവിടെ നിന്നിട്ട് എന്തിനാ? ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. ഇവിടെ എന്തെങ്കിലും കഴിക്കാനുണ്ടോ? പിന്നെന്താ, ഞങ്ങളും കഴിച്ചിട്ടില്ല. ഞാൻ അത്താഴം എടുത്തു. ചെല്ല്. അനുചേച്ചി, ദയ ആ പോസ്റ്റ് പിൻവലിക്കാൻ തയ്യാറായോ? ഇല്ല ശ്യാം, അവൾ ആർക്കും വഴങ്ങില്ലെന്ന വാശിയില്ല. അത് അവളുടെ മാത്രം വാശിയൊന്നും അല്ല. അവളുടെ പിന്നില് നിങ്ങൾ എല്ലാവരും ഉണ്ടെന്ന് എനിക്കറിയാം. ഞങ്ങളെല്ലാരും വെച്ചാ അമ്മ ആരെ ഉദ്ദേശിക്കുന്നേ? നീയും നിന്റെ കുടുംബം അടങ്ങുന്ന മൊത്തം പേര്. എന്റെ അമ്മ വീണ്ടും പഴയ സ്വഭാവം കാട്ടല്ലേ? ഞങ്ങളിപ്പോ അനുവിന്റെ അച്ഛനെ കണ്ടിട്ടാ വരുന്നത്. അച്ഛൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചാല് നല്ല വിഷമമുണ്ട്. വിഷമം? ആനന്ദമാഷിന്റെ മക്കളെ, അദ്ദേഹത്തിന്റെ വാക്ക് ധിക്കരിക്കുന്നത് ഞാൻ വിശ്വസിക്കില്ല ഇന്ദ്ര. അച്ഛനും മക്കളും ഒരു അവസരം കിട്ടിയപ്പോഴേ എന്നോട് പണ്ടേയുള്ള പക തീർക്കുക. ഉയരത്തിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് പെട്ടെന്ന് കാലുവാരി താഴെയിട്ടാ സുശീല നടുവൊടിഞ്ഞ് വീഴുമെന്ന് അവർക്കറിയാം. അമ്മേ, ദൈവദോഷം പറയരുത്. കുറച്ചു സമയം മുൻപ് വരെ അമ്മയെ പ്രകീർത്തിച്ചുകൊണ്ട് സംസാരിച്ചവരാ ഏടത്തി. ഇപ്പോഴും ഏടത്തി അമ്മയ്ക്ക് വേണ്ടി വാദിച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത്. എന്നിട്ട് എന്തുണ്ടായടാ? നാളെ ഇവളുടെ അനീതി കാരണം എനിക്കുണ്ടാവാൻ പോകുന്ന നാണക്കെടിന് എന്തെങ്കിലും പരിഹാരം ഉണ്ടോ? ഉണ്ടോന്ന് ആദ്യം അതുണ്ടാവട്ടെ. അതുണ്ടാക്കട്ടെ ഇവള്. ഇല്ലെങ്കിലേ ഇതുവരെ ഇവൾ എന്നോട് കാണിച്ചൊക്കെ അഭിനയമാണെന്നേ ഞാൻ പറയൂ. വെറും അഭിനയം. ചേച്ചി ഇതൊന്നും കാര്യമാക്കണ്ട. ചേച്ചിക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചേച്ചി ചെയ്തില്ലേ? എന്നിട്ട് മനസ്സിലാക്കാത്തവരെ അവരുടെ വഴിക്ക് വിടുന്നതാ നല്ലത്. അതെ ഏടത്തി, അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നതേ ഉള്ളൂ. ദയ വഴങ്ങാഞ്ഞിട്ടാണെന്നൊക്കെ അമ്മയ്ക്കറിയാം. അതെ, അത് വിടന്നു. വാ, മോൻ മുറിയിൽ തനിച്ച. നീ ഒന്ന് അവൻ്റെ അടുത്ത് കുറച്ചു നേരം സ്വസ്ഥമായിട്ടൊന്ന് കിടക്ക്. ചെല്ല്.